ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരായ സർവ്വരും, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി ബഹുമാന്യയായ വീണ ജോർജ്, അതിപരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ സമാപനത്തിലേക്കും അതിപരിശുദ്ധമായ പീഠാനുഭവത്തിൻ്റെ അനുഗ്രഹീതമായ സ്മരണയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ കാലയളവിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ജീവിതത്തിൻ്റെ തിരക്കുകളെ മാറ്റിവെച്ച് ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് അപാലവൃദ്ധം ജനങ്ങൾ ഇന്ന് ചേർന്ന് വന്നിരിക്കുന്നത്. ആ ക്രിസ്തുവിങ്കലേക്ക് നോക്കുവാൻ, ആ കാൽവരി കുന്നിലേക്ക് ഒന്ന് നോക്കുവാൻ, നമ്മുടെ ചിന്തകളെ ദൈവികമാക്കുവാൻ, ദൈവികരായി തീരുവാനുള്ള നമ്മുടെ ആശയിൽ നിന്നാണല്ലോ നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 33-ൻ്റെ 10-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 33, 10-ാം വാക്യം. അതിൻ്റെ അവസാന ഭാഗം, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ്. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു. ഈ ഭാഗം നമുക്ക് പരിചിതമാണ്. യാക്കോബ് ഏശാവിനോട് പറയുന്ന ഒരു പ്രതിവചനമാണ് ഈ ഭാഗം. ജ്യേഷ്ഠാവകാശവും അപ്പൻ്റെ അനുഗ്രഹവും തട്ടിച്ച് എടുത്ത് അമ്മാവൻ്റെ ഭവനത്തിലേക്ക് പോയി 20 വർഷക്കാലം അവിടെ നിവസിക്കുകയും 20 വർഷങ്ങൾക്ക് ശേഷം പിതൃഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന യാക്കോബ് അന്ന് പോയപ്പോൾ ഏശാവ് പറഞ്ഞ ഒരു വാക്ക് അവൻ്റെ ഹൃദയങ്ങളിൽ ആഞ്ഞാഞ്ഞു മുഴങ്ങുകയാണ്. അവനെ എവിടെ കണ്ടാലും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ഏശാവിൻ്റെ വാക്കുകൾ യാക്കോബിൻ്റെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ദാസന്മാരെയും ദാസിമാരെയും കൂട്ടിക്കൊണ്ട് പിതൃഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവൻ എന്നെ കൊല്ലുമെന്നുള്ള ശക്തമായ ഭീതി യാക്കോബിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജ്യേഷ്ഠനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കുറേ സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നത് നാം കാണുന്നു. പക്ഷേ സമ്മാനങ്ങളൊന്നും ജ്യേഷ്ഠൻ വഴങ്ങുവാൻ സാധ്യതയില്ല എന്ന് യാക്കോബിന് നന്നായിട്ടറിയാം. കാരണം കുടിപ്പക അത്രമാത്രം ശക്തമായി നിൽക്കുന്ന, ഞാൻ ചെയ്തത് അതിക്രൂരതയാണ് എന്ന് യാക്കോബിന് കൃത്യമായിട്ടറിയാം. അങ്ങനെ ജ്യേഷ്ഠനെ തട്ടിച്ച് ജ്യേഷ്ഠൻ തന്നെ കൊല്ലുമെന്ന് ശക്തമായ മനസ്സിൽ വിചാരണമുള്ള ഈ യാക്കോബ് ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന ആ സന്ദർഭത്തിൽ നമുക്കറിയാം, മനസ്സിന് സ്വസ്ഥതയില്ലാതെ യാബോക്ക് തടാകത്തിൻ്റെ തീരത്തിൽ ഒരു രാത്രി മുഴുവൻ ഇരിക്കുന്നതും ദൈവപുരുഷനോട് മല്ലുപിടിക്കുന്നതും ദൈവാനുഗ്രഹം വാങ്ങിച്ച് ധൈര്യത്തോടുകൂടി ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് പോകുന്ന യാക്കോബ് കണ്ട കാഴ്ച, ജ്യേഷ്ഠൻ ഓടി വരുന്നു. ഓടി വന്ന് അനുജനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് വീണ് ആലിംഗനം ചെയ്ത് രണ്ടുപേരും പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാപ്പ് നൽകലാണ് ഏശാവ് ഇവിടെ അനുജന് നൽകുന്നത്. യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ദൃശ്യം ഉണ്ടാകുമെന്ന്. ജ്യേഷ്ഠൻ കഴിഞ്ഞ 20 വർഷക്കാലത്തെ മുഴുവൻ പ്രതികാര ചിന്തയും ഒരു നിമിഷം കൊണ്ട് പോട്ടെ
എന്ന് വെച്ചു, സാരമില്ല എന്ന് വെച്ചു, എൻ്റെ അനുജനല്ലേ എന്നുള്ള വിചാരത്തോടുകൂടി ആ 20 വർഷം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കുടിപ്പക ഒരു നിമിഷം കൊണ്ട് ഏശാവ് വേണ്ട എന്ന് വെക്കുകയും തൻ്റെ സ്വന്തം അനുജനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പൊട്ടിക്കരയുന്ന ആ ദൃശ്യം കഴിഞ്ഞിട്ടുള്ള വാക്കാണ് യാക്കോബ് ഏശാവിനോട് പറയുന്നത്. ചേട്ടാ, ചേട്ടൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ എനിക്ക് തോന്നുന്നു. മാപ്പ് നൽകുന്ന മനുഷ്യൻ്റെ മുഖം ദൈവമുഖമായി മാറുന്നു എന്ന് ഏശാവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ മുഖമാണ് കാൽവറിയുടെ നെറുകയിൽ നാം കാണുന്ന ദൈവമുഖം. ഈ മുഖമാണ് നാം കാൽവറിയുടെ മുകളിൽ ഈ കുരിശിൽ തറപ്പിൻ്റെ നിമിഷത്തിൽ നാം കാണുന്ന മുഖം. ഈ മാപ്പ് നൽകലിൻ്റെ മുഖമാണ്. നമ്മുടെ ചിന്തകളിൽ വളരെ ശക്തമായി കുരിശിൽ കിടന്നുകൊണ്ടുള്ള മൊഴികളിൽ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു യേശുവിൻ്റെ മൊഴിയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള യേശുവിൻ്റെ വചസ്സുകൾ. അസാധാരണമാണ് ഈ വാക്കുകൾ. നമുക്ക് ഇത് നാവുകൊണ്ട് ചൊല്ലുവാൻ എളുപ്പമുണ്ട്. പക്ഷേ യഹൂദന്മാർ തന്നെ കൊല്ലുവാൻ വേണ്ടി ക്രൂരമായി പീഡിപ്പിക്കുകയും തലയിൽ കിരീടം വെച്ച് അവൻ്റെ തലമേൽ കോൽ കൊണ്ട് അടിച്ച് ആ മുള്ളുകൾ തലയിലേക്ക് ആഞ്ഞാഞ്ഞ് തറയ്ക്കുമ്പോഴുണ്ടാകുന്ന അതിക്രൂരമായ വേദനയും, ശരീരം മുഴുവൻ കീറി മുറിച്ച് ഉഴവുചാൽ പോലെ മുറിക്കപ്പെട്ട് യേശുവിൻ്റെ രക്തം വാർന്ന് ഒഴുകി, 2 കരങ്ങളിലും ആണിയും കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് ആണിയും തറയ്ക്കപ്പെട്ട് മരണത്തിൻ്റെ മുമ്പിലേക്ക് നീങ്ങുന്ന ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചസ്സുകളാണ് ഈ വാക്കുകൾ. അവൻ്റെ കൈകളിൽ ആണിയടിച്ച യഹൂദന്മാരുടെ കൈകളിൽ നിന്ന് ആ ചുറ്റിക താഴെ വയ്ക്കപ്പെട്ടിട്ടില്ല. അത്ര പെട്ടെന്ന് തന്നെ തൻ്റെ മരണത്തിന് മുൻപ് ഈ മക്കൾക്ക് മാപ്പ് നൽകിയിട്ടാണ് യേശുതമ്പുരാൻ മരണത്തിലേക്ക് ചേർന്ന് പോയത്. മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ ബന്ധനങ്ങൾ അവശേഷിപ്പിക്കാതെ യേശുതമ്പുരാൻ അക്രൂരമായി പീഡിപ്പിച്ചവർക്ക് പോലും മാപ്പ് നൽകിയാണ് ക്രിസ്തു മരണത്തിലേക്ക് നീങ്ങിയതെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ നാം നന്നായി ഒന്ന് വിശകലനം ചെയ്യുന്നത് ഈ പകൽക്കാലം നല്ലതാണ്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കുടുംബങ്ങളിൽ വന്നുപോയിട്ടുള്ള ചെറിയ വാക്കുകൾ കൊണ്ടുപോയുള്ള അപരാധങ്ങൾക്ക് മാപ്പ് നൽകുവാൻ നന്നേ പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ. കൊലോസ്യ ലേഖനം 3:13 തമ്മിൽ വഴക്കുണ്ടായാൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പീൻ. നമ്മൾ ഈ വലിയ നോമ്പിനെ ശരിയായി ഒന്ന് അപഗ്രഥനം ചെയ്താൽ സത്യത്തിൽ ഈ നോമ്പ് മുഴുവൻ മാപ്പ് നൽകലിൻ്റെ ശുശ്രൂഷയാണ്. ചിന്തിച്ചു നോക്കി, വലിയ നോമ്പിൻ്റെ സമാരംഭം ഈ ശുഭക്കോനോ ശുശ്രൂഷയാണ്. മനുഷ്യർ തമ്മിൽ വിദ്വേഷങ്ങളും പകയും പിണക്കവും ഒക്കെ ഉണ്ടാകാം, മാനുഷികമാണ്. പക്ഷേ ഈ മാനുഷികമായ ബലഹീനതയ്ക്ക് പരിഹാരം ചെയ്തുകൊണ്ടാണ് നാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യർ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആ പകയും വിദ്വേഷവും പിണക്കവുമെല്ലാം പോട്ടെ, സാരമില്ല, ക്ഷമിച്ചേക്കാം എന്ന് വയ്ക്കുന്ന ഒരു മനസ്സിൽ നിന്ന് ആലിംഗനത്തിൻ്റെ ഭാവമായി പരസ്പരം കയ്യസൂരി നൽകിയാണ് നമ്മൾ അതിപരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. യേശു പറയുന്നുണ്ടല്ലോ പത്രോസിനോട്, എടാ 7 അല്ല 70 വട്ടം എന്ന് പറയുമ്പോൾ
നീ കണക്ക് വെച്ച് കണക്കുകൂട്ടി മാപ്പ് കൊടുക്കേണ്ടുന്നതല്ല ജീവിതത്തിൽ മാപ്പ് നൽകൽ. അത് നിന്റെ സ്വഭാവമായിട്ട് മാറട്ടെ. നീ ഇതെണ്ണണ്ട, എണ്ണി ജീവിക്കേണ്ടുന്നതല്ല. അത് അനർഗളമായി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരട്ടെ. അത് നിന്റെ സ്വഭാവമായി മാറട്ടെ. മാപ്പ് നൽകൽ ഒരു സ്വഭാവമായി മാറട്ടെ എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായി സുവിശേഷം 18:22. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള വാക്കാണ്, ഞാൻ മരിച്ചാലും മറക്കില്ല. എനിക്ക് അങ്ങനെയൊരു ജ്യേഷ്ഠൻ ഇനിയില്ല, എൻ്റെ ശവം പോലും അവനെ കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇങ്ങനെയൊക്കെ വളരെ ക്രൂരമായി പറയുന്ന പദങ്ങൾ നമ്മുടെ നാവുകളിൽ നിന്ന് ഉരുവിടാറുണ്ട്. നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ ചിലപ്പോൾ ഒരു സോറി കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. വർഷങ്ങളായി പരസ്പരം സംസാരിക്കാതെ ഒരേ വീട്ടിൽ വ്യത്യസ്ത മുറികളിൽ കഴിയുന്ന അനേകം ദമ്പതിമാരെ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ അഡിക്ഷൻ സെൻ്ററിൽ വരുന്ന അനേക ദാമ്പത്യ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്ന വളരെ വേദനാജനകമായ ഒരുപാട് ക്രൂരമായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പരസ്പരമൊന്ന് സ്നേഹിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന, ക്ഷമ നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ചിന്തകൾ, അത് മിക്കവാറും നാം ചിന്തിച്ചാൽ മനസ്സിലാകും, തോറ്റുപോകാനുള്ളൊരു മടിയാണ്. ക്ഷമ നൽകിയാൽ തോറ്റുപോകുമെന്നുള്ളൊരു ബോധം നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ എവിടെ നിന്നോ കയറിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമ നൽകുവാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ദാമ്പത്യ ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ പരിശോധിച്ചാൽ രണ്ടുപേർ മാത്രം മനസ്സ് നിരൂപിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളെ മിക്കവാറും കുടുംബങ്ങളിലുള്ളൂ. അപ്പനും അമ്മയും പരസ്പരം ഒന്ന് മാപ്പ് നൽകിയാൽ തീരുന്ന പ്രശ്നങ്ങളെ മിക്ക കുടുംബങ്ങളിലുമുള്ളൂ. മാതാപിതാക്കൾ നേരെയായാൽ മക്കളുടെ പ്രശ്നങ്ങൾ കഴിയും. പക്ഷെ മാതാപിതാക്കൾ വ്യത്യസ്ത ധ്രുവങ്ങളിലാണെങ്കിൽ ആ ധ്രുവങ്ങളിൽ നിന്നൊഴുകുന്ന വ്യത്യസ്തതകളുടെ ഭാവങ്ങൾ മക്കളിലേക്ക് പകരും. അമ്മയോട് ചേർന്ന് മക്കൾ നിൽക്കും, അപ്പനൊറ്റയ്ക്കാവും. അല്ലെങ്കിൽ അപ്പനോട് ചേർന്ന് മക്കൾ നിൽക്കും, അമ്മയൊറ്റയ്ക്കാവും. ഇതൊക്കെ കുടുംബജീവിതങ്ങളിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ട് വന്നു ഭവിക്കുന്ന ദാരുണമായ ചില ദൃശ്യങ്ങളാണ്. എന്നാൽ ദൈവികമായ സ്വഭാവമാണ് മാപ്പ് നൽകലെന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ് കാൽവരി കുരിശ്. ഈ പരിശുദ്ധമായ നോമ്പിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വളരെ ശക്തമായി വ്യത്യസ്തമായ ചില ഭാവങ്ങൾ, ഭക്ഷണകാര്യങ്ങളൊന്നുമല്ല എന്നൊക്കെ പറയുന്ന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:6 അന്യായത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നതാണ് നോമ്പ് എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്യായമായ ബന്ധനങ്ങളെ അറുത്ത് കളയുന്നതാണ് നോമ്പ്. ചിന്തിച്ചു നോക്കിയാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. മനുഷ്യബന്ധങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ചില ബന്ധനങ്ങളാണ് ഈ ബന്ധനം. ഈ അന്യായമായ ബന്ധനങ്ങൾ മാനുഷികമായ ബന്ധങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ബന്ധനങ്ങളാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പോകട്ടെ, സാരമില്ല, അനുജനല്ലേ, ജ്യേഷ്ഠനല്ലേ, അപ്പനല്ലേ, മകനല്ലേ എന്നുള്ള ആ ഒരു ഭാവത്തിൽ ക്ഷമ കൊടുക്കുവാൻ പറ്റുന്ന മേഖലകൾക്ക് പരമാവധി ക്ഷമ നൽകുന്നത് നമ്മുടെ സുഖത്തിന് പ്രധാനമാണ്. നമ്മൾ ഓർക്കും, ഒരാളോട് മാപ്പ് കൊടുക്കാതിരുന്നാൽ ധീരനാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ തോറ്റുപോയിട്ടില്ല എന്ന നമ്മുടെ വിചാരം. പക്ഷേ മാപ്പ് കൊടുക്കുന്ന മനസ്സുകൾക്കാണ് ശാന്തി അനുഭവിക്കുവാൻ കഴിയും. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയോട് നമുക്ക് അടങ്ങാത്ത വൈരാഗ്യമുണ്ട് എങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് അദ്ദേഹത്തോട് വൈരാഗ്യമാണ് എന്ന്.
ഞാൻ ഈ വൈരാഗ്യവും പകയും മനസ്സിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം ആർക്കാണ് വേദന? എനിക്കാണ് വേദന. എൻ്റെ മനസ്സിനാണ് നൊമ്പരം. എൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുക, എൻ്റെ സ്വസ്ഥതയാണ് നഷ്ടപ്പെടുക, എൻ്റെ സന്തോഷമാണ് നഷ്ടപ്പെടുക. എൻ്റെ മനസ്സിൽ മറ്റൊരാളോട് പകയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. എൻ്റെ മനസ്സ് അസ്വസ്ഥമായാൽ ഞാൻ ഇടപെടുന്ന വ്യക്തികളോട് ഉള്ള സംസാരങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകും. അത് സ്വന്തം ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അസ്വസ്ഥതകൾ ജനിക്കും. ഈ അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തല്ലിക്കെടുത്തും. ശാശ്വതമായി നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെ അത് നശിപ്പിക്കുമെന്നല്ലാതെ നമുക്ക് വൈരാഗ്യമുള്ളയാൾ വളരെ സ്വതന്ത്രമായി സ്വസ്ഥമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് മാപ്പ് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ തന്നെയാണ് ഈ നുകം വഹിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. വെറുതെയുള്ള നുകമാണ്, ഒരു ഗുണവുമില്ലാത്ത നുകമാണ്. ഇത് അഴിച്ചു കളഞ്ഞാലുണ്ടാകുന്ന സുഖം അനുഭവിക്കുമ്പോഴാണ് ആ നുകത്തിൻ്റെ ഭാരത്തിൻ്റെ കാഠിന്യം നാം മനസ്സിലാക്കുക. യേശുതമ്പുരാൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പരസ്പരം പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മത്തായി സുവിശേഷം 6:14. മനുഷ്യൻ പരസ്പരം പിഴകളെ ക്ഷമിച്ചാൽ ദൈവത്തിനൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമയവിടെയില്ല എന്നർത്ഥം. ക്ഷമയില്ല എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവില്ല എന്നാണ് അർത്ഥം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണ് ദീർഘമായ ക്ഷമ. ദീർഘമായി ക്ഷമിക്കുവാൻ മനുഷ്യന് കഴിയാത്തിടത്തോളം കാലം പരിശുദ്ധാത്മാവില്ലാത്ത ഊഷരഭൂമിയായി നമ്മുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് അർത്ഥം. അങ്ങനെ മനുഷ്യൻ പരസ്പരം ക്ഷമ നൽകുന്ന, മാപ്പ് കൊടുക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധമായ നോമ്പിൻ്റെ ആദ്യ ഭാഗം. തുടർന്ന് നമുക്കറിയാമല്ലോ, വലിയ നോമ്പിലാണ് ഏറ്റവും അധികം കുമ്പസാരം നടക്കുന്ന കാലം. വിശുദ്ധ കുമ്പസാരം ഏറ്റവും അധികം നടക്കുന്ന കാലമാണ് വലിയ നോമ്പിൻ്റെ കാലം. ഈ വലിയ നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ്. മനുഷ്യൻ പരസ്പരം ക്ഷമ നൽകി ആ മനുഷ്യൻ ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന ദിനമാണ് വിശുദ്ധ കുമ്പസാരം. പരസ്പരം ക്ഷമ നൽകുന്ന മനുഷ്യൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ വിശുദ്ധ കുമ്പസാരം. ഈ വിശുദ്ധ കുമ്പസാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് യാചിക്കുവാനേ നമുക്ക് അവകാശമുള്ളൂ. അപ്പോൾ പരസ്പരം ക്ഷമ നൽകുന്ന മനുഷ്യൻ ദൈവവുമായി നിരപ്പാകുന്ന ധന്യമായ കൂദാശ. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തോട് ഏറ്റുപറയുവാൻ, ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുവാൻ. പലപ്പോഴും ഏറ്റുപറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ദൈവത്തോടങ്ങ് പറഞ്ഞാൽ പോരെ, ദൈവമല്ലേ എനിക്ക് മാപ്പ് നൽകുക, ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്ന സ്വാഭാവികമായ ചിന്ത മനുഷ്യഹൃദയങ്ങളിലുണ്ട്. എന്നാൽ ആദിമസഭ മുതൽ സഭയെ നിലനിന്നത് യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് 5:16. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. പാപങ്ങൾ ഏറ്റുപറയുമ്പോഴുണ്ടാകുന്ന മാനസികമായ സൗഖ്യമാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്. ഒരു വ്യക്തിയോട് നമ്മുടെ നൊമ്പരം നാം തുറന്നു പറയുമ്പോഴുണ്ടാകുന്ന ആന്തരികമായ സൗഖ്യത്തെയാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ വലിയ നോമ്പ് മനുഷ്യൻ പരസ്പരം മാപ്പ് നൽകുന്നതും ദൈവത്തോട് മാപ്പിരക്കുന്നതുമായ ശുശ്രൂഷയാണ്. മൂന്നാമത്തെ ശുശ്രൂഷ ഇനി വരുവാനിരിക്കുന്ന അതിപരിശുദ്ധമായ ഉയർപ്പിൻ്റെ മഹാത്മ്യമാണ്. ഉയർപ്പിൻ്റെ സമാധാനം. ഈ ഉയർപ്പിൻ്റെ സമാധാനം നാം ആസ്വദിക്കണമെങ്കിൽ നാം
നമ്മോട് തന്നെ ക്ഷമ നൽകണം. പരസ്പരം ക്ഷമ ചോദിക്കുകയും ദൈവത്തോട് ക്ഷമയാചിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ മഹത്തരമായ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ അവനവനോട് തന്നെ ക്ഷമ നൽകണം. ഇത് ഞാൻ പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകളെങ്കിലും സ്വന്തം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു എങ്കിലും ആ പാപം സ്വയം ക്ഷമ നൽകാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അവനവന് തന്നെ ചുങ്കം ചാർത്തി അവനവന് തന്നെ പീഡനമേൽപ്പിച്ചുകൊണ്ട് മാനസികമായ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാതെ അവനവന് തന്നെ പീഡനമേൽപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അത് സത്യത്തിൽ ദൈവം ക്രൂരനാണെന്ന് പറയുന്ന ഒരനുഭവമാണ്. കാരണം അവൻ ഉയർപ്പിൻ്റെ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ക്രിസ്തു സൗഖ്യം നൽകുന്നവനാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണ്, ക്ഷമ നൽകുന്നവനാണെന്നുള്ള ബോധ്യം ഇല്ലാതെ പോകുമ്പോഴാണ് ഇത് സംഭവിക്കുക. നമ്മളിനിയും നടത്തുവാനിരിക്കുന്നത് കാൽവരി കുരിശിലേക്കുള്ള യാത്രയുടെ അനുസ്മരണമാണ്. ആ കാൽവരി കുരിശിലേക്കുള്ള യാത്ര, അത് തലയോടികൾ നിറഞ്ഞു കിടക്കുന്ന ആ തലയോട്ടി എന്ന ആ സ്ഥലം, തലയോടിടം എന്നുള്ള സ്ഥലം ഗോകുൽത്തായിൽ അതിൻ്റെ നടുവിൽ നെറുകയിൽ നാട്ടപ്പെട്ട കുരിശിൽ നിന്ന് ഒഴുകിയ രക്തം ആ തലയോട്ടികളിലേക്ക്, പ്രത്യേകിച്ച് ആദാമിൻ്റെ തലയോട്ടിയിലേക്കൊക്കെയും ആ രക്തം വീഴുകയും ആ രക്തം സകല പാപങ്ങൾക്കും പരിഹാരമായി തീരുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ കാൽവരിയിൽ നിന്നൊഴുകിയ രക്തത്തിൻ്റെ തുള്ളികൾ ദൈവമേ എന്നിലേക്കും വീഴുവാൻ ഈ പരിശുദ്ധമായ ദിവസം വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാവട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നാട്ടപ്പെടുന്ന ഒരു കുരിശ്, ഹൃദയത്തിൻ്റെ മധ്യത്തിൽ നാട്ടപ്പെടുന്ന ഒരു കുരിശായി തീരുവാൻ, ഉറഞ്ഞുകൂടി കിടക്കുന്ന പല പാപങ്ങൾക്കും ക്രിസ്തുവിൻ്റെ രക്തം പാപപരിഹാരമായി തീരുവാൻ ദൈവമേ ആ കാൽവരി കുരിശിലേക്ക് നിന്നോടൊപ്പം നടന്ന് അടുത്തു വരുവാൻ അങ്ങയിൽ നിന്ന് ഒഴുകിയ ആ രക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീഴ്ത്തണമേ. ആ ഉറഞ്ഞു കിടക്കുന്ന പാപങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തം വീണ് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയമായി, തുടർന്നുള്ള പ്രദക്ഷിണത്തിൻ്റെ സമയം വേർതിരിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.